ആ മരുഭൂമിയുടെ ആത്മാവ് ഇറങ്ങി വരുമ്പോ ഇപ്പൊ എങ്ങനാ വരും? ഉദ്യാനം, ഗാർഡൻ. ഒരു നല്ലൊരു ഗാർഡൻ ചിന്തിച്ചു നോക്കി. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിൽ തന്നെ നമ്മളൊന്ന് ഫോട്ടോയിലോ വീഡിയോയിലോ നമ്മൾ പോയ സ്ഥലങ്ങളിലോ കണ്ട മനോഹരമായ ഗാർഡൻ ഒന്ന് ചിന്തിച്ചു നോക്കി. എങ്ങനെ ഇരിക്കുന്നേ? എന്തൊരു ഇമ്പോ എന്ന് പറയുന്ന പോലെ ദൈവാത്മാവ് പകരുമ്പോ മരുഭൂമിയുടെ അനുഭവങ്ങൾ ഗാർഡനായി മാറും. അവിടെ കൊണ്ട് തീരും. അടുത്തത് ഉദ്യാനം വനമായി എണ്ണപ്പെടും. ആ ഉദ്യാനം, ആ ഗാർഡൻ ഫോറസ്റ്റ് ആയിട്ട് മാറും. പിന്നെ ഗാർഡൻ എന്തുവാ? മാക്സിമം പോയി ഇത്ര ഹൈറ്റ് ഉള്ള കുറെ ചെടികൾ, അങ്ങിങ്ങും പൂക്കള്, നല്ലതാ. പക്ഷെ വേറെ പ്രശ്നമുണ്ട്, എല്ലാവരും ശ്രദ്ധിച്ചേ. ഗാർഡൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. അപ്പം നമ്മുടെ മേൽ ഒരു ചെറിയ ദൈവപ്രവൃത്തി കാണുമ്പോൾ നിൽക്കരുതെന്നാ പറഞ്ഞർത്ഥം. എന്റെ ഇച്ചിരി മരുഭൂമി മാറി പാസ്റ്ററെ, അല്ലല്ല, നിന്റെ മരുഭൂമി മാറി ഗാർഡൻ ആക്കിയിട്ട് ഗാർഡനെ ഫോറസ്റ്റ് ആക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. ഫോറസ്റ്റിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അത് തളച്ചു വളരും. ഹല്ലേലൂയ എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവങ്ങളെ ഒരു ഉദ്യാനമാക്കി മാറ്റിയിട്ട് അവിടെ കൊണ്ട് തീരത്തില്ല. ഈ ദൈവശക്തിയാൽ ഒരു വലിയ ഫോറസ്റ്റ് ആക്കി ദൈവം മാറ്റും. റെഡി ആയിക്കോ. ഒരു ആത്മാവിന്റെ പകർച്ച ഇതിന്റെ അകത്ത് വെളിപ്പെടാൻ പോകുക. ചില മരുഭൂമിയുടെ അനുഭവങ്ങളുടെ മേൽ ദൈവാത്മാവ് പെയ്തിറങ്ങാൻ പോകുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച്. മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി. ഹല്ലേലൂയ. ഈ ലോകരക്ഷകനായ യേശു കർത്താവ് പിറക്കുന്നതിന്റെ സമയമായപ്പോൾ, ആ ദൈവം അപ്പോയിന്റ് ചെയ്ത സമയമായപ്പോൾ, ഒരു കന്യകയുടെ മുമ്പിൽ ദൈവത്തിന്റെ ഗബ്രിയേൽ ദൂതൻ വന്നിറങ്ങിയാണ്. മറിയാണ് പേര്, മേരി. മേരിയുടെ മുമ്പിൽ വന്ന് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, നിന്നിലൊരു ശിശു, നിന്നിലൊരു പ്രജ, ഒരു ശിശു ഉത്ഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ലോകത്തിന്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനാണ്. അവന് യേശു എന്ന് പേരിടണം. അവൻ രക്ഷകൻ, ദൈവപുത്രൻ നിന്നിൽ കൂടെ പിറക്കാൻ പോകുകയാണ്. കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ദൂതൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറിയ തിരിച്ച് അങ്ങോട്ട് ചോദിച്ചു, കാര്യം കൊള്ളാം, കേൾക്കാനും നല്ല രസമാ, പക്ഷേ പുരുഷനെ അറിയില്ല, എന്റെ വിവാഹം നടന്നിട്ടില്ല, എങ്ങനെ എന്നിൽ ഒരു ശിശു ഉരുവാകും? ദൂതൻ തിരിച്ചു പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിറയും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അകത്തു വിശുദ്ധ പ്രജ ജനിക്കും. നോർമൽ അല്ല, സൂപ്പർ നാച്ചുറലായി ചിലത് സൃഷ്ടിക്കപ്പെടും. അർത്ഥം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിഴലിട്ടാൽ നാച്ചുറൽ നടക്കുന്നതിനെ കടത്തിവെട്ടി സൂപ്പർ നാച്ചുറലായി ദൈവം പ്രവർത്തിക്കും.